ഉണ്ടാക്കുന്നത് ഒരു മട്ടൻ കറിയാണ്. അപ്പോൾ മട്ടൻ കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ചെറിയ 2 സവോള എടുത്തിട്ടുണ്ട്. 2 ചെറിയ സവോള എടുത്തു. പിന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1.5 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് കുഴച്ചിട്ട് നമ്മൾ റെഡിയാക്കണത്. മസാല ഒക്കെ ഇട്ടിട്ടേ ഒക്കെ മിക്സാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വേണം അടുപ്പത്ത് വെക്കാൻ. വെന്തതിന് ശേഷം തേങ്ങ അരച്ച് ഒഴിക്കുക ചെയ്യുക. അങ്ങനെയാണ് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ശേഷം ഞാൻ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടതിന് ശേഷം മസാലപ്പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒക്കെ കൂടി മിക്സാക്കിയതിന് ശേഷമാണ് ഞാനിത് അടുപ്പത്ത് വേവിക്കാൻ വെക്കുന്നത്. വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല ഇടാല്ല ആവശ്യം നിങ്ങൾക്ക്. ഇപ്പോൾ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ ഇപ്പോൾ ഇതിൽ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൽ ഉപ്പിടണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടി മിക്സാക്കിയിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി പറയാം. ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ, മുളക്, മല്ലി, മഞ്ഞൾ, ഗരം മസാല എല്ലാം ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു വിസിലടിച്ചിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം തീ ഓഫാക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. തേങ്ങ ചേർക്കാനുണ്ട്. ഓക്കെ, ഇത് വെന്തതിന് ശേഷം ചേർക്കാം കേട്ടോ. കടന്ന വെള്ളം നല്ലതാ. അപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ. വെള്ളം കുടിച്ചാൽ നല്ലതാ, പച്ചവെള്ളം. നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിലും പിന്നെ ഒരു 5 മിനിറ്റ് ഞാൻ തീ കുറച്ചിട്ട് വെച്ചു. അപ്പം മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ മട്ടൻ കറി റെഡിയാകും. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങ അരച്ച് ചേർത്തു. നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തു കേട്ടോ. കുറച്ചൊന്ന് ടൈറ്റ്, അതിൻ്റെ നല്ല തിക്കായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും തിളക്കട്ടെ. തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചുവന്നുള്ളി ഇട്ടിട്ട് വേപ്പിൻ്റെ ഇട്ടിട്ട് തൂമിക്കുകയാണ് കേട്ടോ. ലാസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് ഓഫാക്കിയിട്ട് കറിയിലേക്ക് ഉള്ളി തൂമിച്ചത് ഒഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറിക്കുള്ള ഒരു പരിപാടി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുക. സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മട്ടൻ കറി. ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ് നല്ലൊരു വീഡിയോസ് അടുത്ത് വരാം.
ഓക്കെ ബൈ. എല്ലാവർക്കും ഒരുപാട് നല്ല ഒരു ഹാപ്പി ഞാൻ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനിയും കാണാം അടുത്ത ദിവസം. ഓക്കെ ബൈ.